ഹലോ ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരാണെന്നുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക മറക്കരുത് കേട്ടോ. ഒന്ന് ലൈക്ക് ചെയ്തിട്ട് വീഡിയോ കാണൂ. എല്ലാവർക്കും ലൈവിലേക്ക് വീണ്ടും സ്വാഗതം. അപ്പോൾ ഇന്ന് ചെറിയൊരു വീഡിയോ എടുക്കാമെന്ന് വെച്ചാൽ ഇത് പുട്ട വയ്ക്കാമെന്ന് വെച്ചാൽ കേട്ടോ. പുട്ട എന്തുണ്ട്, ബീഫ് വെച്ച് പുട്ട വയ്ക്കാമെന്ന് വെച്ചു. അപ്പോൾ നിങ്ങൾ വീഡിയോയിൽ കാണുന്നവരാണെന്നുണ്ടെങ്കിൽ ഒന്ന് സബ് ചെയ്യൂ, സഹായിക്കൂ. അത് എല്ലാവരും ഒന്ന് സബ് ചെയ്യണം കേട്ടോ. സബ് ചെയ്യണേ എല്ലാവരും, പ്ലീസ്. എല്ലാവരും സബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ വീഡിയോ. ആരും വീഡിയോ കണ്ട് സപ്പോർട്ട് ചെയ്യാതിരിക്കരുത്. എല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്യൂ പ്ലീസ്. ലൈക്ക് അടിക്കാനും ഷെയർ ചെയ്യാനൊന്നും മറക്കരുത്. അപ്പോൾ വീഡിയോ ആരും കാണാതിരിക്കരുത്. എല്ലാവരും കണ്ട് സപ്പോർട്ട് ചെയ്യണം കേട്ടോ. മാവൊക്കെ നിറച്ച് വെച്ചിട്ടുണ്ട് ഞാൻ ഇവിടെ. അപ്പോൾ മാവിട്ട് കൊടുത്തു. വലിയ കുറ്റിയാണെന്നുണ്ടെങ്കിൽ ഒരു 2 പ്രാവശ്യം ഇടണം കേട്ടോ. ഇതാ കുറച്ച് ബീഫ് ഇട്ട് കൊടുത്തു, കുറച്ച് ബീഫ്. അടുത്ത് വീണ്ടും മാവ്. അപ്പോൾ ഇതിപ്പോൾ ഞാനിപ്പോൾ ഉണ്ടാകുന്ന ഗോതമ്പ് മാവാണ്. നിങ്ങൾക്ക് ഏത് വേണമെങ്കിലും ഉണ്ടാക്കാം ഇങ്ങനെ. പിന്നെ നിങ്ങൾക്ക് പറ്റുമെന്നുണ്ടെങ്കിൽ ഇത്തിരി അണ്ടിപ്പരിപ്പ് മുന്തിരിയൊക്കെ ഇട്ടാൽ നന്നായിരിക്കും, കുറച്ചുകൂടെ ടേസ്റ്റ് കാണും. ഇത്തിരി അണ്ടിപ്പരിപ്പൊക്കെ ഇട്ട് കഴിഞ്ഞാൽ കേട്ടോ. എൻ്റെ അണ്ടിപ്പരിപ്പ് ഇപ്പോൾ ഇല്ലാത്തതുകൊണ്ട് ഞാൻ അണ്ടിപ്പരിപ്പ് ഇടുന്നില്ല. വലിയ കുറ്റിയാണെന്നുണ്ടെങ്കിൽ ഒരു 2 പ്രാവശ്യമായിട്ട് ഇച്ചിരി കുറച്ച് നമ്മൾ കറി വെച്ച് വെച്ചാണ് ബീഫ് കേട്ടോ. കറി വെച്ച ബീഫ് 2 പ്രാവശ്യമായിട്ട് കുറേശ്ശെ വെച്ച് കൊടുക്കണം. അതല്ലാന്നുണ്ടെങ്കിൽ ചെറിയ കുറ്റി, ഇതിപ്പോൾ ചെറിയ കുറ്റി ആയതുകൊണ്ട് ഞാൻ ഒരു പ്രാവശ്യം ഇട്ടത്. അതുപോലെ മാവ് നനയ്ക്കുമ്പോഴത്തേക്ക്, ഗോതമ്പ് കൂട്ടുന്ന മാവ് നനയ്ക്കുമ്പോഴത്തേക്ക് എപ്പോഴും കുറേശ്ശെ വെള്ളം കുടഞ്ഞു വേണം മാവ് കുഴയ്ക്കുന്നത്. എല്ലാം തന്നെ കട്ട പിടിക്കും കേട്ടോ. കുറേശ്ശെ മാവ് കുഴഞ്ഞെടുത്ത് വേണ്ട, കട്ടയൊന്നും വലിയ കട്ടയില്ലാതെ നമുക്ക് എടുക്കാം. വേണ്ട, കട്ട ഇല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് വലിയ കട്ട ഇട്ട് പോകും. കട്ട ഇട്ട് പോയി ടേസ്റ്റ് കിട്ടില്ല കേട്ടോ. അപ്പോൾ അതുകൊണ്ട് കുറേശ്ശെ കുടഞ്ഞു വേണം മാവ് കുഴച്ചെടുക്കാൻ. ഒന്ന് ആവി വരുന്നത് വരെ ഒന്ന് വെയിറ്റ് ചെയ്യാം. ആവി വന്നോട്ടെ.
വീഡിയോ എല്ലാവരും ഒന്ന് കണ്ട് സപ്പോർട്ട് ചെയ്ത് ലൈക്ക് അടിക്കണം. ലൈക്ക് അടിക്കാനും ഷെയർ ചെയ്യാനും മറക്കരുത് കേട്ടോ. എല്ലാവരും ലൈക്ക് അടിച്ചിട്ടൊക്കെ വീഡിയോ ആണ് കേട്ടോ. ലൈക്കൊക്കെ വളരെ കുറവാണ്. നിങ്ങൾ ലൈക്ക് അടിച്ചാൽ മാത്രമേ യൂട്യൂബിൽ നിന്ന് അവർ സജഷനിൽ വീഡിയോ ഉള്ളൂ കേട്ടോ. നിങ്ങൾ ലൈക്കിനൊക്കെ നല്ല വാല്യൂ ഉണ്ട്. ആരും നിസ്സാരമായിട്ട് കാണും. പിന്നെ ഇങ്ങനെ ഇട്ട് കൊടുക്കണമല്ലെന്നുണ്ടെങ്കിൽ ബീഫ് വേണമെങ്കിൽ മാവ് കുഴയ്ക്കുമ്പോഴത്തേക്ക് ഇതിൻ്റെ ബീഫ് കറി വെച്ച ബീഫ് അതിൽ കൂടെ ഇട്ട് കുഴച്ചിട്ട് വേണമെന്നുണ്ടെങ്കിലും നിങ്ങൾക്ക് ഉണ്ടാക്കാം കേട്ടോ. ബീഫ് പുട്ട് റെഡി. ബീഫ് പുട്ട് റെഡി. ഇങ്ങനെയാണ് ബീഫ് പുട്ട വയ്ക്കുന്നത്. ബീഫ് പുട്ട എല്ലാവർക്കും മനസ്സിലായല്ലോ. അപ്പോൾ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ മാവിൻ്റെ കൂടെ ഇട്ട് കുഴച്ച് വേണമെങ്കിൽ ഉണ്ടാക്കും കേട്ടോ. മാവിൻ്റെ കൂടെ ഇട്ട് കുഴച്ചിട്ട് വേണമെന്നുണ്ടെങ്കിലും ബീഫ് പുട്ട വയ്ക്കാം കേട്ടോ. മാവ് കുഴയ്ക്കുന്നതിൻ്റെ കൂട്ടത്തിൽ മാവ് കുഴച്ചെല്ലാം നനച്ചതിന് ശേഷം വേണമെന്നുണ്ടെങ്കിലും കുറ്റിക്കത് വാരി ഉണ്ടെങ്കിൽ ഈ കറി വെച്ച ബീഫ് ഇത്തിരി അതിനകത്ത് ഇട്ടിട്ട് കുഴച്ചിട്ട് വേണമെന്നുണ്ടെങ്കിലും ഇതിനകത്ത് ഉണ്ടാക്കാം. എത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. എല്ലാവരും കണ്ട് സപ്പോർട്ട് ചെയ്യൂ. അതുപോലെ അത് വരുന്ന പരസ്യങ്ങളൊക്കെ എല്ലാവരും ഒന്ന് കാണണേ. സ്കിപ്പ് ചെയ്യാതെ ഒന്ന് കാണണേ. പരസ്യമൊക്കെ സ്കിപ്പ് ചെയ്യാതെ കാണണേ എല്ലാവരും. ഒന്ന്
അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ഇതുണ്ടല്ലോ ബീഫ് പുട്ട്. അപ്പോൾ നിങ്ങൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. ട്രൈ ചെയ്ത് നോക്കിയിട്ട് എല്ലാവരും ഇതുപോലെ ഒന്ന് കമൻറ്റ് ഇടുക കേട്ടോ. അതുപോലെ ട്രൈ ചെയ്ത് നോക്കിയിട്ട് എല്ലാവർക്കും ഇഷ്ടപ്പെടും. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. വീഡിയോ കണ്ട് എല്ലാവരും സപ്പോർട്ട് ചെയ്യുക. അടുത്ത വീഡിയോ ആയിട്ട് വരുന്നവർക്കും എല്ലാവർക്കും ബൈ ബൈ. എല്ലാവരും വീഡിയോ കാണണം കേട്ടോ.